ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നോക്കുന്നെങ്കിൽ മാരുതി സെലീറിയോ നല്ലൊരു വാഹനമാണ്. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ക്രെറ്റ ഇപ്പോൾ ഈ ഒരു മാസം അവൈലബിൾ ആണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസർ കൂടിയിട്ടുള്ള ഈ ഒരു ഓൾട്ടോ 800 നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസർ കൂടിയിട്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. മാരുതിയുടെ നെക്സയിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ബലേന നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. മീഡിയം ബഡ്ജറ്റിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇത് 2013 മോഡൽ ഡിസൈർ ആണ്. സെഡാൻ സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസൈർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം സ്റ്റോക്ക് ഉണ്ട്. ചെറിയൊരു എമൗണ്ടിന് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിഗോ സ്റ്റോക്ക് ഉണ്ട്. പുതിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല 800 ആണ് സ്റ്റോക്ക് എന്നുള്ളത്. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന മാസം ചെറിയ EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഇയോണി ഞാൻ പരിചയപ്പെടുത്തി. 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. ലോ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 800 ആണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന പുതിയ പേപ്പേഴ്സ് ഉള്ള വാഹനങ്ങളാണ്. ചെറിയ എമൗണ്ടിന് നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം. അതുപോലെ തന്നെ കുറച്ച് SUV സെഗ്മെന്റ് വാഹനങ്ങളൊക്കെ നോക്കുന്നെങ്കിൽ നമുക്ക് ക്രെറ്റ അടക്കുന്നുണ്ട്, ഹ്യുണ്ടായുടെ മാരുതിയുടെ വാഹനങ്ങൾ അടക്കുന്നുണ്ട്. എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റ് വാഹനങ്ങളും മീഡിയം ബഡ്ജറ്റ് വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഓണം പ്രമാണിച്ചിട്ട് പറയുന്ന പ്രൈസിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണാനൊക്കെ ഉണ്ടാവും. പോരാത്തതിന് മാരുതിയുടെ ജെനുവിൻ അക്സസറീസ് 5,000 രൂപ തികച്ച് നിങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് മാസം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനങ്ങളായതുകൊണ്ട് തന്നെ 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി ഉണ്ടാവും. കൂടെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും മാരുതി വാഹനങ്ങൾക്ക്. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് പോകുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ചെക്കിങ് കാര്യങ്ങൾ പാസ്സായ വാഹനങ്ങളാണെങ്കിൽ 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അതായത് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ ഷോറൂമാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഷോറൂം വരുന്നത്. വരാൻ പറ്റുന്നവർ എന്തായാലും ഈ ഷോറൂമിലേക്ക് വരിക. ഇനി ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഈ മാസത്തെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം നല്ലൊരു വാഹനം അന്വേഷിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. ZX ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടിയും പ്ലസ് 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുകയും ചെയ്യും. മാക്സിമം ലോൺ സൗകര്യത്തോട് കൂടി ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാനും കഴിയും. വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപയാണ്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാണാനൊക്കെ ഇതിൽ വരുന്നുണ്ട്. 4 പവർ വിൻഡോസ്, ABS എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ഫ്ലോർ മാറ്റ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാണാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. നിങ്ങൾ SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ക്രെറ്റ ഇപ്പോൾ ഈ ഒരു മാസം അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2016 മോഡലിലെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. SX ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1.6 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 59,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് അലോയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 പവർ വിൻഡോ, സെൻട്രലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6,40,000 രൂപയാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. മാരുതിയുടെ നെക്സയിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ബലേന നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2018 മോഡലാണ്. ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. ആൽഫ CVT ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടിയും ഈ ഒരു വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട്. വെറും 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചോദിക്കുന്ന പ്രൈസ് 6,65,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് മാക്സിമം ലോൺ സൗകര്യം കിട്ടും. ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു മീഡിയം ബഡ്ജറ്റിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് ആണ്. VD ആണ് വേരിയന്റ് വരുന്നത്. 5ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,00,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. 4 പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. വിത്ത് അലോയ് വീൽ അടക്കം കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണം പ്രമാണിച്ചിട്ട് മാരുതിയുടെ ജെനുവിൻ അക്സസറീസും കാര്യങ്ങളൊക്കെ 5,000 രൂപയുടെ തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വാറണ്ടിയും പ്ലസ് 3 ഫ്രീ സർവീസോട് കൂട്ടി ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2021 മോഡൽ മാരുതിയുടെ ഓൾട്ടോ 800 ആണ്.
VX ആണ് വേരിയന്റ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. വെറും 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഇതിൽ ABS, എയർ ബാഗ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ആളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ടയറിന് ആളൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ടയേഴ്സാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ വാഹനത്തിന് 6 മാസം വാറണ്ടിയും പ്ലസ് 3 ഫ്രീ സർവീസ് നൽകുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,40,40,000 രൂപയാണ്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു സെഡാൻ സെഗ്മെന്റ് ഡീസൽ വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2013 മോഡലിലെ ഡിസയർ ആണ്. VD ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാണാനൊക്കെ വരുന്നുണ്ട്. ടയറും കാണാനൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വിത്ത് അലോയ് വീൽ അടക്കം വരുന്ന വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. ചെറിയ രീതിയിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. സെഡാൻ സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഇത് 2014 മോഡൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,50,000 രൂപയാണ്. നല്ല രീതിയിൽ ഈ ഒരു മാസം വാഹനം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തതിൽ തന്നെ മാരുതി ജെനുവിൻ അക്സസറീസ് ഓണം പ്രമാണിച്ചിട്ട് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസർ കൂടിയിട്ടുള്ള ഒരു ഓൾട്ടോ 8 ഉണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2021 മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ്. LX വേരിയന്റ് ആണ്. 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസിംഗ് അവൈലബിൾ ആണ്. ഈ ഒരു ഓൾട്ടോയുടെ പ്രത്യേകത അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരു വാഹനത്തിനുണ്ട്. അതായത് ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോലെ തന്നെ സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സ്, ടയറും ഞങ്ങളെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയൊരു എമൗണ്ടിന് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിഗോ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഡാറ്റ്സൺ കമ്പനിയുടെ റെഡിഗോ 2018 മോഡലും 19 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 92,000 കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,10,000 രൂപയാണ്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നോക്കുന്നെങ്കിൽ മാരുതി സെലീറിയോ നല്ലൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2018 മോഡൽ വരുന്നത്. ZX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. പോലെ തന്നെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാണാനൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാണാൻ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,70,500 രൂപ. പിന്നെ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഓണം പ്രമാണിച്ചിട്ട് മാരുതി ജെനുവിൻ അക്സസറീസ് ഞങ്ങളൊക്കെ തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇത് 2012 മോഡൽ മാരുതി 800 ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 90,000 രൂപയാണ്. പുതിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല 800 ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു 800 നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2010 മോഡൽ മാരുതിയുടെ 800 ആണ്. AC വരുന്ന ടൈപ്പാണ്. MPFI പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നിലവിൽ 2030 വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. 4ാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം 54,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ടയറും ഞാളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 90,000 രൂപയാണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. ZX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസും കിട്ടും. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം. ഇവിടെ നിന്ന് എടുത്തു നിന്ന് കരുതിയിട്ട് ഇവിടെ തന്നെ വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് 5,80,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോണും ചെയ്യാം. 1,00,000 ഒരു 2,400 ആ ലെവലിലാണ് മാസം EMI 5 വർഷത്തേക്ക് വരുന്നത്. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാണാനൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട് പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു 4 സിലിണ്ടർ സ്വിഫ്റ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് 6,75,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന മാസം ചെറിയ EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഇയോൺ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് 2013 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിളാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തെ കുറിച്ച് ചോദിക്കുന്ന പ്രൈസ് 1,70,000 രൂപ.
നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 51,000 കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,75,000 രൂപയാണ്. മാക്സിമം നമുക്ക് ലോൺ സൗകര്യം ഉണ്ട്. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മാസം ചെറിയൊരു EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക.